ഇന്നത്തെ എപ്പിസോഡിൽ ഫിനാൻഷ്യറുടെ വീട്ടിൽ ശ്രുതിനെ കാണുമ്പോൾ രേവതി എല്ലാം പറയാൻ വേണ്ടി മടിക്കുക കേട്ടോ. അങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ ഫിനാൻഷ്യർ പറയും, നിൻ്റെ ഭർത്താവിന് ഇനി ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുക്കില്ല, അവനെ കുറച്ച് കാലം ജോലി ഇല്ലാണ്ട് അലഞ്ഞ് നടക്കട്ടെ, എന്നാലും അവനൊക്കെ പഠിക്കുള്ളൂ. അതെ, ഞാനൊരു ഫിനാൻഷ്യറാണ്, എന്നെ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ എനിക്ക് പൈസ തരാനുള്ളവരൊക്കെ എന്നെ വല്ല വിലയും കൽപ്പിക്കുമോ? എൻ്റെ ജോലീനെ അത് ബാധിക്കില്ലേ? പിന്നെ നിൻ്റെ ഭർത്താവിന് ഇത്രയും അഹങ്കാരം കൂടുതലാണ്, അവൻ്റെ അഹങ്കാരമൊക്കെ ഇപ്പം മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ രേവതി, സാർ പ്ലീസ് സാർ അങ്ങനെ പറയരുത്, സച്ചേട്ടൻ പാവാണ്, എങ്ങനെയെങ്കിലും സച്ചേട്ടൻ ആ വണ്ടി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ശ്രുതി കേൾക്കൂട്ടോ. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കും, ഓ അപ്പോൾ ഇത്രയും കാലം ഭാര്യയും ഭർത്താവും കള്ളം പറയായിരുന്നു അല്ലേ, ശരിയാക്കി തരാം, ഇത് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് പറയും എന്നൊക്കെ തന്നെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതി നേരെ വീട്ടിലെത്തിയിട്ട് എല്ലാവരോടും കാര്യം പറയുകയാണ്. അങ്ങനെ സച്ചിൻ കൂടി വരുമ്പോൾ രേവതിനെ സച്ചിനെ നിർത്തി ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്ര പറയും, അപ്പോൾ ഭാര്യ മാത്രം ആദ്യം കള്ളം പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പോൾ ഭർത്താവും കള്ളം പറയാൻ തുടങ്ങി, ഇവനെ എനിക്ക് ആകെയുള്ളൊരു വിശ്വാസം ഇവ കള്ളം പറയില്ല എന്നുള്ളതായിരുന്നു, ഇപ്പം അതും മാറി കിട്ടി, അപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവില്ല ഇവൻ ഈ കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ സച്ചിയോട് ശ്രുതി പറയും, ഇത്രയും കാലം നീ എന്നെ കളിയാക്കിയിരുന്നത് ഞാൻ നിൻ്റെ ചിലവിൽ കഴിയാണ്, നിൻ്റെ ചിലവിൽ കഴിയാന്നല്ലേ, ഇനി കുറച്ച് കാലം നിങ്ങളെ എൻ്റെ ശ്രുതിയുടെയും ചിലവിൽ കഴിയും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, മതി നിർത്ത്, ഞങ്ങളെന്നെ സച്ചേട്ടൻ ആരും നീ കുറ്റം പറയരുതെന്ന് പറയും. അപ്പോൾ സച്ചി മിണ്ടാണ്ടിക്ക് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, എന്താടി നിനക്ക് പൊള്ളിയോ നിൻ്റെ ഭർത്താവിനെ പറയുമ്പോഴത്തേനെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ആ പൊള്ളി, സച്ചേട്ടൻ ആരും കളിയാക്കണ്ട, സച്ചേട്ടന് വണ്ടിയില്ലാന്ന് വെച്ചിട്ട് ഇതുവരെ ജോലിക്ക് പോവാതിരുന്നിട്ടൊന്നുമില്ല, സച്ചേട്ടൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രവിക്ക് ആകെ വിഷമാവും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രവി സച്ചിയുടെ ഫ്രണ്ടിനായിട്ട് ആ വണ്ടി വിറ്റ ആളുടെ അടുത്തേക്ക് പോവുകയാണ്. കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ സച്ചിക്ക് വീണ്ടും ആ വണ്ടി തിരിച്ച് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.